എല്ലാവർക്കും നമസ്കാരം. സമയം രാവിലെ 4 മണിയാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന തിരുവനന്തപുരത്തുള്ള പുത്തിരിക്കണ്ടത്തെ നമ്മുടെ ഭക്ഷണപ്പരയാണ്. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വിളമ്പുന്നത് പുട്ടും കടലയാണ്. നമ്മൾ 12,000 പേർക്കാണ് നമ്മൾ പുട്ട് രാവിലെ പാകം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പുട്ടിനുള്ള പൊടി കഴിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അജ്മീയുടെ പുട്ടുപൊടിയാണ് ഇത്തരത്തിലുള്ള ബൾക്കായിട്ടുള്ള കാറ്ററിങ്ങിലൊക്കെ. വാർപ്പിനകത്തേക്ക് നമ്മൾ പുട്ടുപൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഓരോ ബാച്ചിലും നമ്മളിങ്ങനെ ഒരു പിടി ജീരകം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പുട്ടുപൊടി കുഴച്ചെടുക്കണം. ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ 12,000 പേർക്ക് രാവിലെ ഇങ്ങനെ ഈ പുട്ടുപൊടി കുഴച്ചുകൊണ്ടിരുന്നാൽ പുട്ടാവുമോ, ഓരോ കുറ്റിക്കകത്ത് എത്ര പ്രാവശ്യം ഫില്ല് ചെയ്താലെന്നൊക്കെ. നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആവിയിൽ വെച്ചിട്ടാണെങ്കിൽ കൂടി ഇഡ്ഡലി പാത്രത്തിനകത്താണ് നമ്മൾ പുട്ട് വേവിച്ചെടുക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പുട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. കുഴക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക. ശരിക്കും 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നാണ് നമ്മുടെ കണക്ക്. എങ്കിൽ കൂടി ആവശ്യത്തിന് അനുപാതത്തിന് നോക്കിയ ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കുന്നത്. ഇത് കട്ടയാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാര്യം വലിയ അളവിലാണ് നമ്മൾ ഈ പുട്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കൂടി പൊടി കുഴക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ പുട്ടിൻ്റെ ഉൾഭാഗം വേവാതെ കട്ടയായിട്ട് തന്നെ കിടക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് സാവധാനത്തിൽ ബലത്തിൽ വേണം നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കാനായിട്ട്. പൊതുവേ ഈ കലോത്സവങ്ങൾക്കും കായികമേളകൾക്കും ഒക്കെ നമ്മൾ പുട്ട് രാവിലെ പാകം ചെയ്യുമ്പോൾ പുട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുന്നത് വലിയ വാർപ്പിനകത്താണ്. മറ്റൊന്നുമല്ല, ഒത്തിരി അളവിൽ ഒരേ സമയം നമുക്ക് പൊടി കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 2 പേർ അപ്പുറം ഇപ്പുറം നിന്ന് കൈക്ക് തന്നെ കട്ട പൊട്ടിച്ചെടുത്ത് പുട്ടുപൊടി കുഴച്ചെടുക്കും. ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന 25 കിലോ പുട്ടുപൊടിയാണ്. അതിന് 25 ലിറ്റർ വെള്ളവും നമ്മൾ ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ടാണ് ചേർക്കുക. എന്നാലും 2 പേര് നിന്നിട്ട് കൈക്ക് നന്നായിട്ട് ഇങ്ങനെ വിരകി ആ കട്ട ഉടച്ചെടുക്കും. അതാണ് ഏറ്റവും ആദ്യത്തെ പരിപാടി. അവസാനം പൊടി കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ എത്തും. കണ്ടോ, നല്ല ഒട്ടും കട്ടയില്ലാത്ത തരിയായിട്ടുള്ള പുട്ടുപൊടിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് അടുപ്പത്ത് ഇഡ്ഡലി പാത്രം വയ്ക്കാം. ഇഡ്ഡലി പാത്രം വച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വയ്ക്കും. തട്ടിനകത്ത് നമ്മൾ ഈ കോറത്തുണി എന്നാണ് പറയുക. കോറത്തുണി എന്നാണ് നമ്മൾ സാധാരണ ഒരു കോട്ടൺ ക്ലോത്താണിത്. പൊതുവേ ഇങ്ങനെ കാറ്ററിങ്ങിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കോറത്തുണി നമ്മൾ അതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുട്ടുപൊടി നമ്മൾ വെതറി വയ്ക്കും. 2 ബേസിനിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു തട്ടിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ആവും. അതിങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കുക, പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് തേങ്ങ ചിരവിയത് ചേർക്കുക. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തോർത്ത് അകത്തേക്ക് മടക്കുക, അടപ്പ് വെച്ച് അടയ്ക്കുക. വീണ്ടും ഇതേപോലെ തന്നെ അതിന് മുകളിലും ഇതേപോലെ നമ്മൾ ഈ കോറത്തുണി വിരിച്ച്, അതായത് തോർത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പുട്ടുപൊടി ഇങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിന് തേങ്ങ ചേർക്കുക. ആ സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന തോർത്ത് അകത്തേക്ക് വയ്ക്കുക, അടച്ച് വയ്ക്കുക. ഒരു 15 മിനിറ്റ് മതി ഒരു സെറ്റ് ഇങ്ങനെ വെന്ത് വരാനായിട്ട്. നമ്മൾ 4 ഇഡ്ഡലി പാത്രങ്ങളിലായിട്ട് നമ്മളിങ്ങനെ പുട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 4 മണിക്കാണ് നമ്മൾ ഈ പുട്ട് പ്രിപ്പയർ ചെയ്യുന്നത് തുടങ്ങുന്നെങ്കിലും പുട്ട് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ, ഈ ഒരു വർക്ക് തീർന്നു വരുമ്പോൾ രാവിലെ ഒരു 9 മണി 9:30 മണിയാവും. നമ്മൾ 7:30 തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൗണ്ടറുകളിലും. പക്ഷേ ഈ പുട്ട് ഈ ഒരളവിൽ ഇങ്ങനെ കൊമേഴ്ഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടി ബ്രേക്ക്ഫാസ്റ്റ് തീരാറാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ പുട്ടിൻ്റെ പ്രൊഡക്ഷൻ ഒരുപക്ഷെ തീരാറുള്ളൂ. കണ്ടോ, അടുപ്പ് തുറക്കുമ്പോൾ കാണാം ആദ്യം ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ തോർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഈ തോർത്ത് നമ്മൾ നേരെ വിളമ്പുന്ന ബിരിയാണി ചെമ്പിനകത്തേക്ക് കൊണ്ട് കുടഞ്ഞിടും. ഇതാണ് നമ്മളുടെ പുട്ട്. ആ പുട്ടിൻ്റെ ആവിയാണ് ഈ ക്യാമറയുടെ ലെൻസിന് മുകളിൽ ഇപ്പോൾ വന്നേക്കുന്നത്. പുട്ട് ആവേണ്ട താമസം കൗണ്ടറിലേക്ക് നമ്മൾ വിളമ്പാനായിട്ട് കൊണ്ടുപോകും. ബേസിനകത്തേക്ക് നമ്മൾ റൈസ് കട്ടറിന് കുത്തി എടുത്തിട്ടാണ് നമ്മൾ ഓരോ കൗണ്ടറിലേക്കും വിളമ്പാനായിട്ട് കൊടുക്കുക. അതിനൊക്കെ നമുക്ക് ആൾക്കാരുണ്ട്. അധ്യാപക സംഘടനകളൊക്കെ ഒത്തിരി പേര് ഭക്ഷണം വിളമ്പാനായിട്ട് തന്നെ ഈ ഒരു ഹോളിലുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്. പുട്ട് മാത്രമല്ല, കടലക്കറിയുണ്ട്, പാലുവെള്ളമുണ്ട്, റോബസ്റ്റ പഴമുണ്ട്, പുഴുങ്ങിയ മുട്ടയുണ്ട്. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളുമായിട്ട്. താങ്ക് യു സോ മച്ച്.